ഹലോ ഗൈസ്, ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. സാധാരണ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളൊക്കെ വീട്ടിലെ ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് പുറത്തേക്ക് വേസ്റ്റായി ഒരുപാട് വെള്ളം പോകുന്നത്. അപ്പോൾ അതൊക്കെ നിർത്താനും അതേപോലെ ടാങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അറിയാനുള്ളൊരു സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് 2 ലിറ്ററിൻ്റെ ഒരു വലിയ ബോട്ടിലും അതേപോലെ ഒരു 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതേപോലെ അതിലേക്ക് വാട്ടർ ലെവൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു വാട്ടർ പൈപ്പില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണവും പിന്നെ ഒരു ചെറിയൊരു കയറും ഈ 4 സാധനം മാത്രമേ നമുക്ക് വേണ്ടിയിട്ടുള്ളൂ. ഇതിന് വേറെ ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ടാങ്കിൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. അതേപോലെ ഇത് വീഡിയോയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ടാങ്ക് കാണുന്നത് ആ ബ്ലൂ കാണുന്നതാണ് ടാങ്ക്. അവിടെ കയറി നോക്കണം നമുക്ക് വെള്ളം ഉണ്ടോ വെള്ളമില്ല എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പം അതിനുള്ള ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു വാട്ടർ ലെവലിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നമുക്കിത് ബെൻഡ് ആക്കണം. ഇത് എൽബോ പോലെ ആക്കണം. ഈ നമ്മളെ ഈ ബെയറിങ്ങനൊക്കെ ഉപയോഗിക്കുന്ന എൽബോ പോലെ ആക്കണത്. എന്നാലേ ഇത് ടാങ്കിൻ്റെ മുകളിൽ ഷേപ്പിൽ നിൽക്കുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൂടെ കയറ് സ്മൂത്തായിട്ട് പോകുള്ളൂ. അപ്പോൾ അതൊന്ന് ബെൻഡാക്കി വെക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത് ബെൻഡായി കിട്ടിയിരിക്കണ്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഇത് ഒരു ഭാഗം ടാങ്കിൻ്റെ അവിടെ കുടിക്കിയാൽ ഇതിൻ്റെ ഉള്ളിലൂടെ കയറ് സ്മൂത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോരും. മറ്റേ ടാങ്ക് ഓട്ടാക്കി ഡയറക്റ്റ് ഇട്ടാൽ നമുക്ക് ആ സ്മൂത്ത് കിട്ടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബെൻഡാക്കിയ പൈപ്പ് എടുത്ത് നമ്മുടെ ടാങ്കിൻ്റെ മുകളിൽ ഹോൾട്ട് അതിൽ ജോയിൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു കമ്പി ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ കമ്പി ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പി അത്യാവശ്യം നല്ല ചൂടുള്ളതിനാൽ ടാങ്കിൽ വെക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ ഓട്ടായി പോകുന്നുണ്ട്. ഏകദേശം പൈപ്പിൻ്റെ വീതിയിൽ തന്നെയുള്ള കമ്പിയാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാങ്ക് ഏകദേശം കറക്റ്റ് ഓട്ട തന്നെ ആയിട്ടുണ്ട്. നമ്മൾ പൈപ്പ് പോകാൻ കറക്റ്റ് വീതിയിലുള്ള കറക്റ്റ് ഓട്ട തന്നെ ആയിട്ടുണ്ട്. കുറഞ്ഞ വാട്ടർ ലെവലിൻ്റെ കഷ്ണം നമുക്ക് ഇവിടെ ജോയിൻ ചെയ്ത് വെക്കാം. നമുക്ക് അവിടുന്ന് തടസ്സമില്ലാതെ കയറ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഉറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് വലിപ്പം കൂടും വിചാരിച്ചിട്ടാണ് ഈ അത്രയും വലിയ ഹോൾസ് ഇടേണ്ടി വരും വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെറുതാക്കിയത്. ചെറിയ വാട്ടർ ലെവലിൻ്റെ പൈപ്പ് ആകുമ്പോൾ ചെറിയ വണ്ണല്ലേ ഉണ്ടാവുള്ളൂ. ആ പൈപ്പ് ചെറിയൊരു കയറിൻ്റെ കഷ്ണം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് മതി. അപ്പോൾ ഇതേപോലത്തെ 2 ബോട്ടിലാണ് നമുക്ക് വേണ്ടത്. ഈ 2 ബോട്ടിൽ നമുക്ക് ഏകദേശം 3/4 ഭാഗം വെള്ളം നിറക്കാം. ഈ വലിയ ബോട്ടിൽ നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാനാണ്. ഇത് പുറത്തുനിന്ന് നമുക്ക് കാണാനും വെള്ളത്തിൻ്റെ അളവ് എത്ര ഉണ്ടെന്ന് നമുക്ക് കാണാനുള്ളൊരു ബോട്ടിലാണിത്. ഇത് നമുക്ക് 2 ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ജോയിൻ്റ് ആക്കി വെക്കാം. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ജോയിൻ്റ് ആക്കിയിട്ട് ഇത് നേരെ ടാങ്കിൽ ഇറക്കി വെച്ചാൽ വെള്ളം പൊന്നുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ഇത് പൊന്തും. അപ്പോൾ ഈ കയറ് ഇവിടെ താഴുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വെള്ളത്തിൻ്റെ അളവ് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതിലെ വലിയ ബോട്ടിൽ 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് നമ്മൾ ടാങ്കിലേക്ക് ഇറക്കി വെക്കാനുള്ളത്. അത് നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരണം. ടാങ്കിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കണം. ടാങ്കിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കയറ് പുറത്തേക്ക് എടുക്കണം. ടാങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. കയറ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ജോയിൻ ചെയ്ത് കയറ് പുറത്തേക്ക് എത്തി. കയറ് നേരെ പുറത്തുനിന്ന് നമ്മൾ എടുത്ത് വലിച്ചിട്ട് ഈ കയറ് നമ്മൾ അടിയിലെ ബോട്ടിൽ നമുക്ക് സെറ്റാക്കി കെട്ടാം. അപ്പോൾ നമ്മൾ അവിടുന്ന് കയറൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഈ ചെറിയ ബോട്ടിലെ 1 ലിറ്ററിൻ്റെ വെള്ളം ആ ബോട്ടിൽ നമ്മൾ സെറ്റാക്കിയിട്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ എൻഡിങ് ആക്കി കെട്ടാം. ഇതിപ്പോൾ ഓൾറെഡി ഫുള്ളാണ് വെള്ളം ഉള്ളത്. അതായത് ഇത് ഫുള്ളാകുമ്പോൾ ഇത് താവുകയും കാലിയാകുമ്പോൾ ഇത് പൊന്തുകയാണ് ഉണ്ടാവുക. ബോട്ടിൽ നമുക്ക് പൊന്തുകയും താഴുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റാക്കിയിട്ട് ഇത് എൻഡിങ് ആക്കിയിട്ട് നമുക്ക് കെട്ടാം. ഫുൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അടിയിലുള്ള ഇതിൽ തട്ടി നിൽക്കും എന്നാണ് അർത്ഥം. അപ്പോൾ ബോട്ടിൻ്റെ നമുക്ക് അടപ്പിൽ നമുക്ക് ചെറിയൊരു ഹോൾസ് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കയറട്ടെ. നമുക്ക് വൃത്തിയിൽ ചെയ്യാം. ഇവിടെ നമുക്ക് ഏകദേശം ഈ ലെവലാണ് എത്തുന്നത്. അപ്പം ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കെട്ടി നമുക്ക് ഈ അടപ്പിൽ തന്നെ നമുക്ക് കയറ് കെട്ടി സെറ്റാക്കാം. അപ്പോൾ നമ്മൾ മൂടീൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ കുപ്പിയിൽ നേരെ അടപ്പിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് ഫുള്ളൊന്നും എഴുതി കൊടുത്തു. ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫുള്ളൊന്നും ഇവിടെ നമ്മൾ 0 ഒന്നും ഇത് നമ്മൾ ഹാഫായിട്ട് വരും. ഇവിടെ ഏകദേശം ഇത് ഹാഫായിട്ട് വരും. ഇത് നമുക്ക് ടാങ്കിൽ നോക്കിയാൽ ഇവിടുന്ന് കണ്ടറിയാം. നമുക്ക് ഫുള്ളും അതേപോലെ 0 ആണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. പിന്നെ ഹാഫിന് അതിന് സെൻറ്ററിൽ ജസ്റ്റ് ഒരു ലൈനും കൂടി നമ്മൾ ഇട്ടു. ഇപ്പോൾ നമ്മളെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഇതാണ് നമ്മൾ ബോട്ടിൽ ഉള്ളിലുള്ളത്. 2 ലിറ്ററിൻ്റെ ബോട്ടിൽ ഉള്ളിലുള്ളത് ഇതാണ്. ആ ചെറിയൊരു ഗ്യാപ്പ് ഇതിൽ എയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വെള്ളത്തിൽ പൊന്തി നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് അതിൽ ഫുള്ള് വെള്ളം നിറയ്ക്കരുത്. മുക്കാൽ നിറച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഇവിടെയാണ് ഇതിൻ്റെ ജോയിൻറ്റ് വരുന്നത്.
ഈ ജോയിൻറ്റ് വന്നിട്ട് നേരെ ഇവിടെ ബെൻഡ് കൊടുക്കാൻ കാരണം ഇത് സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനാണ്. മറ്റത് ഇതിൻ്റെ പുറത്തിലൂടെ ഒക്കെ എടുത്താൽ ഇതിൻ്റെ ഈ വക്കുമ തട്ടിയിട്ട് കയറ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം ഞങ്ങൾ ഇതുപോലത്തെ കയറാണ് കൊടുത്തിരുന്നത്. ഇത്ര വണ്ണമുള്ള കയർ കൊടുക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള നൈസായിട്ടുള്ള കയറുകൾ, ഇങ്ങനത്തെ കയറോ അല്ലെങ്കിൽ ഇതാ ഞങ്ങൾ കൊടുത്ത അതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാതെ ഈർപ്പ് പോലത്തെ കയറുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഉറപ്പുള്ള ക്വാളിറ്റിയുള്ള ഈർപ്പ് പോലത്തെ കയറുകളാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇതാണ് അത്യാവശ്യം നല്ല ഉറപ്പുള്ള കയറാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇത് വെള്ളം കുറയുന്നതിനനുസരിച്ച് ഈ ബോട്ടിൽ ഇവിടുന്ന് താഴ്ന്നു പോവുകയും വെള്ളത്തിൽ തന്നെ വെള്ളം താഴുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അതേ ലെവലിൽ തന്നെ താഴുകയും ഈ ഇവിടെയുള്ള കയറ് മുകളിലേക്ക് ഇത് പൊന്തി മുകളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പുറത്ത് നിന്ന് കുറച്ച് ദൂരത്തു നിന്നാണെങ്കിലും ഇതിൻ്റെ അളവ് എത്രയെന്ന് കാണാൻ കഴിയും. പിന്നെ അതുപോലെ ഇത് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഇത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കൊരു കയറിട്ട് നമുക്ക് അടിയിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ടെറസിൻ്റെ മുകളിൽ നിന്ന് ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് താഴത്തേക്കൊരു കയറിട്ടിട്ട് നമുക്ക് അടിഭാഗത്ത് നമുക്ക് ആ ഒരു ലൈന് വരച്ചിട്ട് കറക്റ്റ് ഇതേപോലെ ഫുൾ ആൻഡ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു കറക്റ്റ് അളവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനും നമുക്ക് കഴിയുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ പുറത്ത് തന്നെയാണ്, നമ്മൾ വീടിൻ്റെ പുറത്ത് തന്നെയാണ് കുറച്ച് ഹൈറ്റിലാക്കി മതിൽ കെട്ടി പൊന്തിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ടെറസിൻ്റെ മുകളിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ ഇത് ഫ്രീ കോസ്റ്റാണ്, അതായത് ചിലവില്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം, പഴയ സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം. ഇതിനിപ്പോൾ ഒരു രൂപ പോലും നമുക്ക് ചിലവ് വന്നിട്ടില്ല, എന്തായാലും നമുക്ക് കാര്യം നടന്നിട്ടുമുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിലുദ്ദേശിക്കുന്നത്. അങ്ങനെ വെള്ളം നിറഞ്ഞാലും അറിയാം ടാങ്ക് ഫുള്ളാണോ എന്ന് അറിയാം. ഇതാ ഫുള്ള് എന്നുള്ള ഇവിടെ എഴുതിച്ചാണ്. ഇവിടെ ഈ ഹോൾസിട്ടാണ് ഇതാ ഈ കുപ്പി ഇങ്ങനെ പൊന്തും. വെള്ളം കുറഞ്ഞാൽ ഈ കുപ്പി ഇങ്ങനെ പൊന്തും മോൾക്ക് വന്നിയാണ് ഇവിടെ വന്നിട്ട് ഫുള്ള് കഴിഞ്ഞാൽ. അപ്പോൾ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് താന്ന് ഇങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ മോട്ടർ ഇടുന്നതിനനുസരിച്ച് ഈ ഇതിങ്ങനെ താവുകയും ചെയ്യും. വെള്ളം താഴുന്നതിനനുസരിച്ച് മോട്ടർ ഇടാനായിരുന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലെത്തും. ഈ കുപ്പി പോയി മുകളിൽ ഇങ്ങനെ എത്തും. അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. ഉള്ളിലൊരു കുപ്പി വെച്ചാൽ ആ കുപ്പി ഇങ്ങനെ താവും, പുറത്തുള്ള ഈ കുപ്പി ഇങ്ങനെ മോൾക്ക് പൊന്തും ചെയ്യും. അപ്പോൾ മുകളിൽ കുപ്പി എത്തുമ്പോഴാണ് മോട്ടർ ഇടാനാവുക. താഴത്ത് കുപ്പി ഉണ്ടാകുമ്പോൾ വെള്ളം ഫുള്ളായിന് ഓഫാക്കാനാണ് എന്നാണ് അർത്ഥം. മറ്റേ വെള്ളം ഒഴിച്ച് ഇങ്ങനെ പുറത്തേക്ക് പോകില്ല. അതാണ് മെയിനായിട്ട്. അങ്ങനെ നമ്മളിത് ചെക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. വെള്ളം കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം വെള്ളം ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടാങ്കിത്തെ വെള്ളം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, പകുതിയിലേറെ കഴിഞ്ഞിട്ടുണ്ട് വെള്ളം. അത് നമ്മളെ കുപ്പി മോൾക്ക് പൊന്തിയിട്ടുണ്ട്. ഇനി അതിലുള്ളെന്ന് കാണിച്ചു കൊടുക്കണേ. ഉള്ളിൽ നമുക്ക് നോക്കാം ഏകദേശം എത്ര വെള്ളം ആയിട്ടുണ്ട്. ഏകദേശം വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. കുപ്പി നിൽക്കുന്നത് കണ്ടാൽ അറിയാം. താഴത്താണ് ഏകദേശം താഴത്തെത്തിയിട്ടുണ്ട്. ഒരു കാൽ ഭാഗം കൂടി വെള്ളയിലുണ്ടാവും ഇനി, അത്രയാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ കുപ്പിയിൽ ഇത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കുപ്പി വെച്ചതിന് ശേഷം ഇപ്പോൾ ഇത് മോട്ടർ കറക്റ്റ് ടൈമിൽ മോട്ടർ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുപ്പി വെച്ചത് കൊണ്ട് നമുക്ക് വെള്ളം വേസ്റ്റായി പോകുന്നില്ല. കാരണം കുപ്പി ഏകദേശം താഴ്ന്ന് കിടക്കുന്നത് കണ്ടാൽ പിന്നെ മോട്ടർ സ്വിച്ച് പെട്ടെന്ന് നമ്മൾ ഓഫ്. അതേപോലെ കുപ്പി പൊന്തി കിടക്കുന്നത് കാണുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് വെള്ളം എപ്പോഴും അതിൽ കീപ്പ് ചെയ്ത് കൊണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്, ആദ്യത്തെ പോലെയല്ല. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിലെ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.